ഇന്ന് ഞാനീ പോകുന്നത് ഉത്തരാഖണ്ഡിലെ പിത്തോറാഗഡ് ജില്ലയിലെ കുസോളി എന്ന ഗ്രാമത്തിലെ കാമാക്യ ദേവി ക്ഷേത്രത്തിലാണ്. കാമാക്യ ദേവിയെ അസമിൽ പ്രശസ്തമായി ആരാധിക്കുമ്പോൾ ഉത്തരാഖണ്ഡിലെ ഈ ചെറിയ ഗ്രാമത്തിൽ ദേവി എങ്ങനെ താമസമാക്കി എന്നതിൻ്റെ കഥ സവിശേഷവും ആകർഷകവുമാണ്. ഞാൻ പറഞ്ഞു കേട്ട കഥയാണേ. ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മദൻ മോഹൻ ശർമ്മ എന്ന നാട്ടുകാരനിൽ നിന്നാണ് ഇതിഹാസം ആരംഭിക്കുന്നത്. സേവനത്തിനിടയിൽ അദ്ദേഹത്തെ അസമിലേക്ക് നിയമിച്ചു. അവിടെ അദ്ദേഹം മാ കാമാക്യയുടെ ഒരു അർപ്പണബോധമുള്ള അനുയായിയായി. ശക്തമായ ശക്തിപീഠം എന്നറിയപ്പെടുന്ന അസമിലെ പ്രശസ്തമായ കാമാക്യ ക്ഷേത്രത്തിൽ അദ്ദേഹം പതിവായി ദേവിയെ ആരാധിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി മാ കാമാക്യ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, "ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന്." ഈ ദിവ്യ നിർദ്ദേശം മദൻ മോഹൻ ശർമ്മയെ വളരെയധികം സ്പർശിച്ചു. പിത്തോറാഘട്ടിലെ തൻ്റെ ജന്മഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ മാ കാമാക്യയ്ക്ക് ഒരു ക്ഷേത്രം അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെ ദേവി ഇവിടെ വസിക്കാൻ തുടങ്ങി. ക്ഷേത്രം സ്ഥാപിച്ചതിനു ശേഷം മദൻ മോഹൻ ശർമ്മ തൻ്റെ ജീവിതം മുഴുവൻ മാ കാമാക്യയുടെ സേവനത്തിനായി സമർപ്പിച്ചു. അങ്ങനെ ദേവിയുടെ ആരാധനയും പരിചരണവും ഗ്രാമത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറി.